ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു കിച്ചടിയാണ്. വെണ്ടയ്ക്ക കിച്ചടിയാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി. ആദ്യം നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് കുറച്ച് വെണ്ടയ്ക്ക ഒന്ന് വറുത്തെടുക്കാനായിട്ട് പോവാണ്. ഞാനിവിടെ 10 വെണ്ടയ്ക്കാണ് എടുത്തിരിക്കുന്നത്. അത് ഇതുപോലെ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. ഒരുപാട് കനം വേണ്ട, എന്നാൽ തീരെ അങ്ങ് കനം കുറച്ച് അരിയരുത്. ഈ ഒരു പരുവത്തിൽ വേണം വെണ്ടയ്ക്ക അരിഞ്ഞെടുക്കാനായിട്ട്. പാനിൽ ഇപ്പം ഞാൻ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കേണ്ടത്. എണ്ണ ഒരു മീഡിയം ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് ഈ വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 2 പച്ചമുളകും കൂടെ വട്ടത്തിൽ അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. എരിവ് ഒരുപാടുള്ള പച്ചമുളകാണെങ്കിൽ ഒരെണ്ണം ചേർത്താൽ മതിയാവും. കുറച്ച് ഉപ്പും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഇപ്പോൾ വെണ്ടയ്ക്ക ഫ്രൈ ആയി വരുന്നുണ്ട്. ഈ സമയം കൊണ്ട് ഇതിലേക്കുള്ള തേങ്ങയുടെ അരപ്പ് നമുക്ക് അരച്ചെടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 1/4 കപ്പ് തേങ്ങ ചെരുവിയതെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം. ഇപ്പോൾ വെണ്ടയ്ക്ക കോരി മാറ്റാറായിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. പിന്നെ തേങ്ങയുടെ അരപ്പ് അരയ്ക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ വെള്ളം ചേർത്ത് അരയ്ക്കേണ്ടവർക്ക് അരയ്ക്കാം. അതുപോലെ തന്നെ തേങ്ങയുടെ അരപ്പ് നിങ്ങൾക്ക് വെള്ളം ചേർത്ത് വേണേലും അരച്ചെടുക്കാം, അല്ലെങ്കിൽ തൈര് ചേർത്ത് വേണേലും അരയ്ക്കാവുന്നതാണ്. ഇനി നമ്മൾ തിളപ്പിക്കുന്നൊന്നും ഇല്ലാത്തതുകൊണ്ട് തൈര് ചേർത്ത് അരച്ചെടുത്താൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അങ്ങനെ തിളപ്പിക്കുന്ന റെസിപ്പി മാത്രമേ ഉള്ളൂ തൈര് ചേർത്ത് അരച്ചെടുക്കരുതാത്തത്. നമ്മൾ വെണ്ടയ്ക്ക എല്ലാം വറുത്ത് കോരിയിട്ടുണ്ട്. ഇപ്പം ഞാൻ അരപ്പൊക്കെ അരച്ചെടുത്തിട്ടുണ്ട്. 3 ടേബിൾ സ്പൂൺ തൈര് ചേർത്തിട്ടാണ് ഞാനിത് അരച്ചെടുത്തേക്കുന്നത്. ഒട്ടും തരിതരിപ്പില്ലാതെ വേണം അരപ്പ് അരച്ചെടുക്കാനായിട്ട്, അല്ലെങ്കിൽ കിച്ചടി കൂട്ടാൻ ഒരു രുചിയും കാണത്തില്ല. ഇതിലേക്ക് ഇനി തൈര് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചേർക്കുന്നത് 1/4 കപ്പ് തൈരാണ്. നമുക്ക് ആകെ 1 കപ്പ് തൈരാണ് വേണ്ടത്. 3 ടേബിൾ സ്പൂൺ തൈര് വെച്ചിട്ടാണ് ഞാൻ അരപ്പ് അരച്ചെടുത്തത്. അതിൻ്റെ ബാക്കി മതി ഇതിലേക്ക് ചേർക്കാൻ. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരുപാട് പുളിയുള്ള തൈര് ചേർക്കരുത്. ഇങ്ങനെ ഉടച്ചിട്ട് ഉടയുന്നില്ലെങ്കിൽ ഒരു ഫോർക്ക് വെച്ച് ഒന്ന് ചെയ്താൽ മതി, അല്ലെങ്കിൽ മിക്സിയിലൊന്ന് അടിച്ചെടുത്ത് ചേർത്താലും കുഴപ്പമില്ല. ഒത്തിരി അങ്ങ് മോര് പോലെ ആക്കരുത്. ഇതുവരെ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല. നമ്മൾ വെണ്ടയ്ക്ക വറുത്ത സമയത്ത് ഇച്ചിരി ഉപ്പ് ചേർത്തതേ ഉള്ളൂ. അപ്പോൾ ഇതിലേക്കുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ചെയ്യാൻ പോകുന്നത് ഇതിലേക്ക് കടുക് പൊട്ടിച്ചൊഴിക്കണം. എണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ കടുക് ഇട്ട് പൊട്ടിച്ചെടുക്കാം. ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. 3 വറ്റൽമുളക് ചെറുതായിട്ട് മുറിച്ചിട്ടിട്ടുണ്ട്. ഇപ്പോൾ വറവ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നേരെ നമ്മുടെ കിച്ചടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക ഇതിലേക്ക് ഇട്ട് കൊടുക്കാവേ. വെണ്ടയ്ക്ക ഇപ്പോഴും നല്ല ക്രിസ്പി ആയിട്ട് ഇരിക്കുകയാണ്. വിളമ്പുന്നതിന് തൊട്ട് മുമ്പേ വെണ്ടയ്ക്ക ഇട്ട് മിക്സ് ചെയ്താൽ മതി, അല്ലെങ്കിൽ ഈ വെണ്ടയ്ക്ക ഇതിലങ്ങ് കുതിർന്നു പോകും. അപ്പോൾ ഇത്രയ്ക്ക് എളുപ്പമാണ് വെണ്ടയ്ക്ക കിച്ചടിയുടെ റെസിപ്പി. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. വെണ്ടയ്ക്ക വറക്കുന്ന ജോലി മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് പറയണേ. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണേ. അപ്പോൾ അടുത്ത ദിവസം വേറെ റെസിപ്പിയായിട്ട് കാണാം. താങ്ക്